ഇന്ന് നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്ലേച്ഛമായ പ്രചരണങ്ങളാണ്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മുടെ എതിരാളികൾ നടത്തുന്നത് മ്ലേച്ഛവും നിന്ദ്യവും അതുപോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചരണ പരിപാടികളാണ്. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യത്തിനെ സംബന്ധിച്ച് നമ്മുടെ പ്രചരണ വിഷയങ്ങൾ ഈ നാടിന്റെ പുരോഗതിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഈ നാട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്കും ഈ നാടിന്റെ പൊതുവികസനത്തിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സഖാവ് സ്വരാജിനായി നമ്മൾ വോട്ട് പിടിക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിലപാടുകളുടെ രാജകുമാരനാണ്. ഇടതുപക്ഷം എന്ത് നിലപാടെടുക്കുന്നോ ആ നിലപാടിനെ ഉച്ചസ്ഥായിയിൽ പറയാൻ തന്റെ ഇടം കാണിക്കുന്ന കരുത്തുറ്റ ഒരു ഭാവി വാഗ്ദാനമായ നേതാവാണ് ശ്രീ സ്വരാജ്. സ്വരാജിനെ വിജയിപ്പിക്കുക എന്നുള്ളത് സ്വരാജിന്റെ പ്രസംഗത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ സ്വരാജ് വിജയിച്ചു പോകേണ്ടത് സ്വരാജിന്റെ മാത്രം ആവശ്യമല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ആവശ്യമല്ല, ഈ നാട്ടിലെ ഓരോ നല്ലവരായ ജനങ്ങളുടെയും മനസ്സിന്റെ ആഗ്രഹമാണ് ആവശ്യമാണ്. അതാണ് നമുക്ക് സാധിക്കാനുള്ളത്. 4 മിഷനുകൾ നടപ്പിലാക്കിയ ഇടതുമുന്നണി സർക്കാർ. വിദ്യാഭ്യാസ രംഗത്ത് നമുക്കറിയാം, കേരളത്തിൽ സ്വകാര്യ വിദ്യാഭ്യാസങ്ങൾ തഴച്ചു വരളുന്ന സ്കൂളുകൾ തഴച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിൽ സെൽഫ് ഫൈനാൻസിംഗ് സംവിധാനങ്ങൾ സ്കൂളുകൾ മുതൽ കോളേജ് വരെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പിടിച്ചടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് 2016 സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവരുടെയും പട്ടികജാതിയിൽപ്പെട്ടവരുടെയും പട്ടികവർഗത്തിൽപ്പെട്ടവരുടെയും പണം കൊടുത്ത് മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെ അത്യന്താധുനിക നിലവാരമുള്ള സ്കൂളുകളായി ഉയർത്തുകയും അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല തകർന്നു പോവുകയായിരുന്നു. UDF ഭരിക്കുന്ന കാലത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ ശ്രമങ്ങൾ അടച്ചുപൂട്ടി നഷ്ടത്തിലോടുന്ന, നമ്മൾ നഷ്ടത്തിലോടുന്ന സാധാരണ കടകളും കച്ചവടവും ബിസിനസ്സും ഒക്കെയാണ്. പക്ഷെ വിദ്യാഭ്യാസം സർക്കാരിന് നഷ്ടമാണ്. പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവരുടെ മക്കൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം സർക്കാരിന് നഷ്ടമാണ് എന്ന് കണ്ടെത്തി അത് അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന UDF നിന്നാണ് 2016 സഖാവ് പിണറായി വിജയൻ ഈ കയ്യിലേക്ക് ഈ നാടിന്റെ ചുമതല ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ ഏൽപ്പിക്കുന്നത്. അവിടെ നിങ്ങോട്ട് കൃത്യമായ കണക്ക് പറഞ്ഞാൽ സ്വകാര്യ സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് പഠിച്ചിരുന്ന സാധാരണക്കാരന്റെ മക്കൾ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ, ലോകത്ത് ജാതിമത വ്യത്യാസങ്ങളില്ലാതെ ഇനി അവശേഷിക്കുന്ന സോഷ്യലിസം, മതേതരത്വം അത് അവശേഷിക്കുന്ന ഒരേ ഒരു സ്ഥലം വിദ്യാലയങ്ങളെ ക്ലാസ് മുറികളും അവിടുത്തെ ബെഞ്ചുകളുമാണ്. അവിടെ മാത്രമാണ് ജാതി ഇല്ലാത്തത്, അവിടെ മാത്രം പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമില്ലാത്തത്. ഈ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് 5 ലക്ഷം കുഞ്ഞുങ്ങളെ സ്വകാര്യ സ്കൂളുകളിൽ നിന്നും മടക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞു വന്നതാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 1ാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. നമുക്കറിയാം, അത് കഴിഞ്ഞ പ്രതിസന്ധികൾ മാത്രമായിരുന്നു ഈ സംസ്ഥാനം നേരിട്ടത്. 2018 മഹാപ്രളയത്തിന്റെ ദുരിതം നല്ലതുപോലെ അതിന്റെ വിഷമങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു സ്ഥലമാണ് നിലമ്പൂരിലെ ജനങ്ങൾ. ആ ഒരു പ്രതിസന്ധിയിൽ കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ധീരമായ നേതൃത്വം നൽകിയ സഖാവ് പിണറായി വിജയന്റെ കരങ്ങൾക്ക് കരുത്തു പകരാനാണ് ഇന്ന് നിലമ്പൂരിലെ ജനങ്ങൾ ഒരുങ്ങേണ്ടത്. ഒന്നും മറക്കരുത്. നമ്മൾ കഴിഞ്ഞു പോയ നന്മകളെ, തിന്മകളെയും മറക്കരുത്. തിന്മകളെ കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി പ്രസംഗിച്ചവൻ പറഞ്ഞു, 100 രൂപ പോലും വർദ്ധിപ്പിക്കാതെ ക്ഷേമ പെൻഷനുകളെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച UDFന്റെ നയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞെക്കിയും ഞെരുങ്ങിയും 600 രൂപയായി വർദ്ധിപ്പിച്ചിട്ട് 18 മാസം അത് കൊടുക്കാതെ പിടിച്ചുവെച്ച, കടലാസിൽ എഴുതി വെച്ച UDFന്റെ ഭരണത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ സൂചിപ്പിച്ചു.